നോക്കിക്കൊണ്ട്. അപ്പോൾ എന്തായാലും കാശ് നമ്മളെ മെഷീൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ചെരുപ്പ് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയോട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വീഡിയോ കേട്ടോ. വെറൈറ്റി എന്താ വെച്ചാൽ നമ്മളിന്ന് ചെരുപ്പ് ഉണക്കി തരുന്നൊരു മെഷീൻ ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായി കണ്ട് എല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ചെരുപ്പ് കഴുകിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു വെള്ളമൊക്കെ ഒന്ന് കുഴഞ്ഞതിന് ശേഷം ആ മെഷീനിലോട്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചെരുപ്പ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കായാലും വളരെ പെട്ടെന്നൊക്കെ പോകാണെങ്കിൽ ജസ്റ്റ് ഇന്ന് ചളിയും കാര്യങ്ങളൊക്കെ കളയാനും വേണ്ടിയാണ്ട് നമ്മൾ ചെരുപ്പ് കുറച്ചതിന് ശേഷം ജസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോട്ട് പോകും. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ചാനൽ അല്ലെങ്കിൽ അതിൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ മുന്നേ ബെല്ലേക്ക് വരും. അതിലേക്കാണ് ഓൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് ആയാലോ. അപ്പോൾ ഗൈസ് നമ്മളെ മെഷീൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ജസ്റ്റ് ഇതാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഇത് പറഞ്ഞാൽ വലിയ പൈസ കാര്യങ്ങളൊന്നും ചിലവ് വരുന്നില്ല കേട്ടോ. വെറും ഒരു 80 രൂപേൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനം വെച്ചുകൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വലിയ ഉപകാരം ഉണ്ട് ഇത് വെച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചെരുപ്പൊന്ന് ഉണക്കി നോക്കിയിട്ടോ. എന്തായാലും നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ എന്താ കാട്ടിയുള്ളതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇനി ഗായ്സ് നമുക്ക് നമ്മുടെ മെഷീനിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ജസ്റ്റ് നോക്കാം കേട്ടോ. നമ്മൾ മുകൾ ഭാഗത്തോടെ സെറ്റുള്ള പറഞ്ഞാൽ നമ്മൾ തെർമാക്കോളാണ്. തെർമാക്കോൾ ജസ്റ്റ് 2 PVC പൈപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തോടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. തെർമാക്കോളോട്ട് നമ്മൾ സെറ്റുകൾ പറഞ്ഞാൽ ഒരു 12 വോൾട്ടിൻ്റെ ഒരു മോട്ടറും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബൾബ് ഹോൾഡറും അതേപോലെ തന്നെ ബൾബും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൾബ് ഹോൾഡർ പറഞ്ഞാൽ എസിലോട്ട് നേരിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയാണ്. പിന്നെ നമ്മളെ ഫാൻ പറഞ്ഞാൽ DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് 2 വേറെ സെപ്പറേറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങുന്നതാണ്. പിന്നെ അകംഭാഗത്ത് എന്ന് പറഞ്ഞാൽ തെർമാക്കോൾ ജസ്റ്റ് ഓരോ ഭാഗത്തോടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അകത്തോട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തെ അതിൻ്റെ അകത്തുണ്ടാകുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ആ ഹോളിലൂടെ പുറത്ത് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി കാഴ്ച നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സും കാര്യങ്ങൾ കൊണ്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാനിലോട്ടുള്ള ചാർജർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് 12 വോൾട്ടിൻ്റെ ചാർജർ നേരിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ ബൾബിൻ്റെ കണക്ടർ ജസ്റ്റ് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഉള്ളിലായിട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതും പുറത്തോട്ട് എടുക്കാം. അപ്പോൾ രണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യലെന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലും ഒരു ചെരുപ്പ് സെറ്റാക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ചെരുപ്പ് ജസ്റ്റ് വെള്ളം നനച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് വെക്കണം കേട്ടോ. നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ടെന്നൊക്കെ നോക്കാനും വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് വരാം. എന്തായാലും ഒരു ചെരുപ്പ് എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതും കൊണ്ട് ജസ്റ്റ് ഒന്ന് നേരെ പോകട്ടോ. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മെഷീനിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെക്കണതിന് മുന്നായിട്ട് ജസ്റ്റ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് കളയാം കേട്ടോ. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓവറായിട്ട് വെള്ളം നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കളഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെരുപ്പ് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നതിന് ശേഷം വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ തെർമാക്കോളിൻ്റെ അകത്ത് ചളിയാവാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് അടിഭാഗം കൂടി ഒന്ന് വരച്ചിട്ടുണ്ട്. എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിന് മൂടി അടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൂടി അടക്കുന്നതിന് മുന്നാടി ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് കാണിച്ചു തരാം ഏത് രീതിയിലാണ് ചെരുപ്പ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഗായ്സ് ഈ രീതിയിലായിട്ടാണ് ചെരുപ്പ് ഇതിനകത്തിരിക്കുന്നത്. എന്തായാലും ഒരു 2-3 ചെരുപ്പൊക്കെ വെക്കാനുള്ള ക്യാപ്പ് ഇതിനകത്തുണ്ട്. എന്തായാലും നമ്മൾ ബോക്സ് വലുതാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെരുപ്പ് വെക്കാനുള്ള ക്യാപ്പ് ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മൂടി ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബൾബിൻ്റെയും അതുപോലെ തന്നെ ഫാനിൻ്റെയും വയറുകൾ ജസ്റ്റ് നേരിട്ട് എസിലോട്ട് കണക്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കേട്ടോ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫാനും ബൾബൊക്കെ നമ്മൾ എസിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എസിൻ്റെ സ്വിച്ച് ഓണാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം കാര്യങ്ങളും വർക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് സ്വിച്ച് ഓണാക്കി നോക്കാം. ഓണാക്കാം കേട്ടോ. കണ്ട ഗായ്സ് നമ്മൾ സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ അവിടെ കറങ്ങുന്നുണ്ട്. അടിയിലായിട്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അടിഭാഗത്തോട്ടായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടോ നമ്മളെ ചെരുപ്പ് ഈ ഭാഗത്തോട്ടായിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ ഫാൻ ഇവിടെ മുകൾ ഭാഗത്തോട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന വായുവിന് ഇത് പുറത്തോട്ട് കളി കിട്ടോ ഈ ഒരു ഫാന്. അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ചെരുപ്പിലുണ്ടാകുന്ന വെള്ളം എത്രത്തോളം പോകുന്നുണ്ട് എന്നും അതുപോലെ തന്നെ എത്ര സമയം വെച്ചാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും പല ഭാഗമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുള്ളൂ. എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടിഭാഗത്തൊക്കെ വെള്ളത്തുള്ളി കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു വർക്കിംഗ് ആട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ കിട്ടിയൊരു ഐഡിയ വെച്ചാണ് ചെയ്തതാണ്. എന്തായാലും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. 3 മിനിറ്റ്
ഒരു 42 സെക്കൻഡൊക്കെ ആയിട്ടുണ്ട്. 3 മിനിറ്റ് 42 സെക്കൻഡും. കുറച്ച് നേരം പണി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടോ അതിൻ്റെ അകത്തൊക്കെ ഏകദേശമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ടൈം നമുക്ക് വളരെ കുറവാട്ടോ. നമുക്ക് ടൈം വളരെ കുറച്ച് മതി, പക്ഷേ പെട്ടെന്ന് ആവുന്നുണ്ട് ഈ ഒരു മെഷീൻ കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 80 രൂപ മുടക്കി 80 രൂപക്കും താഴെയാണ്. 80 രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ചെരുപ്പ് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ചെരുപ്പ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മൾ സ്വിച്ച് ഒന്ന് ആദ്യം ഓഫ് ആക്കാം. സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് ഫ്ലഗും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മാറ്റി നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാനുണ്ടാവും നമ്മളെ ഈ ഒരു ഭാഗം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ചെരുപ്പ് നോക്കാം. അപ്പോൾ ചെരുപ്പ് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് വെള്ളമൊക്കെ ആയിട്ട് അടിഭാഗത്തോട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. അടിഭാഗത്തുള്ള ചളിയാണ്. എന്തായാലും ഈ ഒരു ഭാഗം കാണാനുണ്ടാവും നമ്മൾ ആദ്യം വെച്ച ആ വെള്ളച്ചെരുപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ. 5 മിനിറ്റൊക്കെ ആകെ എടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ചെരുപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ അതും ഏകദേശമൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യത്തിൽ എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഈ മെഷീനിലോട്ട് ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെരുപ്പ് ഉണക്കിയെടുക്കാൻ പറ്റും കണ്ടോ. നല്ല ശുദ്ധിയുള്ള ചെരുപ്പ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ നമ്മൾ വീഡിയോ വന്നാണ് കേട്ടോ.